നമുക്ക് ആലത്തൂർ ഫ്രൂട്ട് പ്ലാന്റ് നഴ്സറിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് വേണ്ടി ഇത്തിരി സവാറിൻ്റെ ഇത് സവാറിയാണിത്. ഒരു 10-12 വർഷമായ പ്ലാന്റാണ് ഇത്. ഇപ്പോൾ മഴ നിന്നപ്പോൾ പിടിച്ച് വരണുള്ളൂ. ഇതുവരെ പൂക്കളൊക്കെ ഇങ്ങനെ മഴയത്തെ ഈ അടിച്ച് മഴ പെയ്യുമ്പോൾ കിളികൾ കൊണ്ടുപോവുകയും ചെയ്യും, പൂക്കൾ കുറയും, കായ് കുറയുകയും ചെയ്യും. ഇതുണ്ട് പൂക്കളൊക്കെ കരിഞ്ഞു പോകേണ്ടത് മഴയായപ്പോഴേ ഇതൊക്കെ ഈ തടിയിലൊക്കെ പൂക്കൾ കുറേ കരിഞ്ഞു പോയി. മഴയത്ത് ഇങ്ങനെ അത്ര പിടിക്കില്ല. എന്നാലും അത്യാവശ്യമൊക്കെ ഉണ്ടാവും, കഴിക്കാനുള്ള ഒരു അത്യാവശ്യം പഴങ്ങളൊക്കെ കിട്ടും. ഇനി അടുത്ത മാസം മുതലാണ് ഇത് ഫുള്ള് പിടിക്കുക. തടി മൊത്തം കാണില്ല, ആ ടൈപ്പിലാണ് പിടിക്കുക അടുത്ത മാസം. ഇതൊക്കെ ഇതായി വരും. ഇതൊക്കെ അത് 10-12 വർഷമാണ്. ഇതൊരു 16 വർഷമൊക്കെ ആയ പ്ലാന്റുകളാണ്, വലിയ പ്ലാന്റുകളാണ് സവാറിൻ്റെ. കുറേയൊക്കെ നമ്മൾ വിറ്റ് കഴിഞ്ഞു, കുറച്ചൊക്കെ ഇതൊക്കെ പൂക്കൾ കയറി വരുന്നുള്ളൂ. പൂക്കൾ കയറി വരും. പിന്നെ ഇത് ഒന്നിത്തിരി പിടിച്ചതാണ്. ഇതും ഫുള്ള് പിടിക്കണമെങ്കിൽ ഈ തടിയിൽ നിന്ന് മട്ടൊന്ന് ഉറങ്ങി പിടുത്തുണ്ടാവും കായ്. പക്ഷെ അതിന് എന്ത് വേണം, കുറച്ചും കൂടി ഈ മഴ ഒന്ന് നിൽക്കണം. മഴയൊന്ന് നിന്നാലേ കായ് പിടുത്തം ശരിക്ക് കിട്ടുള്ളൂ. എന്നാലും അത്യാവശ്യം കായൊക്കെ ഉണ്ട്. മുകള് വരെയും പിടിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലയിലും കായ് വേണം. എന്താ അതൊരു ജില്ല വിട്ട് കഴിഞ്ഞതാ. ഇതൊരു തടിയിൽ ഒരു 15 വർഷമായ പ്ലാന്റാണ്. 15 അല്ല 16 വർഷം. എല്ലാ കൊമ്പിലും കായുണ്ട്. ഇതിപ്പോൾ ഒരു അടുത്ത മാസമായി കഴിഞ്ഞാൽ ഇത് തടി കാണില്ല. സവാർ എങ്ങനെയല്ല പിടിക്കുക, നിറയെ പിടിക്കും. 10-16 വർഷം, ഈ 18 വർഷം 16 വർഷമായ പ്ലാന്റുകളൊക്കെ തടി കാണില്ല പിടിക്കുമ്പോൾ. പക്ഷേ ഈ മഴക്കാലത്ത് ഉണ്ടായില്ല, അത്ര നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ അത്ര കാണില്ല മഴക്കാലത്ത്. മഴക്കാലം കഴിഞ്ഞിട്ട് പിടിക്കുന്നതാണ് കറക്റ്റായി പിടിക്കുള്ളൂ. എന്നിട്ട് ഇതുണ്ട് പൂക്കൾ കയറി വരുന്നുണ്ട് സ്ഥലത്തിൽ. പൂക്കൾ ഇനിയിപ്പോൾ ഇത് കഴിയുന്നതോടെ ഇനിയിപ്പോൾ മഴ ഒരുവിധം നില കിഴക്കൻ മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം തീർന്നില്ല. അപ്പോൾ നിറയെ പിടിക്കും. എല്ലാ ബ്രാഞ്ചുകളിലും നിറയുണ്ടാവും. അത്യാവശ്യം നല്ല മധുരമുള്ളത്. ഈ സവാർ പെട്ടെന്ന് നമുക്ക് പഴുത്ത് കഴിഞ്ഞാൽ മറ്റേ പ്രിക്കോസി, റെഡ് ഹൈബ്രിഡ്, എസ്കാർട്ടിൽ ഇങ്ങനെയുള്ള വെറൈറ്റി, ഗ്രീൻ ഗിസ്റ്റ, ഇങ്ങനെയുള്ള ഗ്രീൻ ഗിസ്റ്റൊക്കെ നമുക്കിവിടെ കാച്ചതുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഒരു 4 ദിവസം 3 ദിവസം പഴുത്ത് കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസമൊക്കെ നിൽക്കുള്ളൂ. ഇത് നമുക്ക് എത്ര ദിവസം, ഒരു 10-15 ദിവസം 20 ദിവസം വരെ തടി തന്നെ നിൽക്കും. ആവശ്യത്തിനനുസരിച്ച് പറിച്ചാൽ മതി. പെട്ടെന്ന് പൊട്ടില്ല. അതിൻ്റെ തൊലി കനം കൂടുതലാണ്. മറ്റേതിൻ്റെയൊക്കെ തൊലികൾ കനം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേഗം പൊട്ടും, വേഗം കേട് വരും, വേഗം ചുങ്ങും. പഴുത്ത് കഴിഞ്ഞാൽ ഒരു 3 ദിവസം 4 ദിവസം പറിക്കാണ്ടിരുന്ന് ചുങ്ങാൻ തുടങ്ങും. ഇത് നമുക്ക് അങ്ങനെ ചുങ്ങില്ല, പെട്ടെന്ന് ചുങ്ങില്ല. തൊലി കനം കൂടുതലുണ്ട്. നമുക്ക് മെല്ലെ ആവശ്യത്തിനനുസരിച്ച് പറിച്ചെടുത്താൽ മതി. എല്ലാ വെറൈറ്റികളും എല്ലാം നമുക്ക് പല വെറൈറ്റികൾ, മാവിൻ്റെ പല വെറൈറ്റികളുണ്ട് ഇവിടെ നമുക്ക്.